സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കണ്ടുവരുന്ന പ്രധാന ചർച്ച ഹാഷ്മി താജ് ഇബ്രാഹിമും അഖിൽ മാരാറും തമ്മിലുള്ള ഒരു സംവാദം. ജനകീയ കോടതി എന്ന് പറഞ്ഞ പ്രോഗ്രാം 24 ന്യൂസ് നടത്തിയത് അതിൽ ഉണ്ടായ ഒരു എന്താണ് സംവാദം, എന്താണ് അടിച്ചു വിരിഞ്ഞ പോലെയാണ് സംഭവം ഉണ്ടായത്. അപ്പോ അതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു നിഷ്പക്ഷമായി നോക്കുമ്പോൾ അതിനകത്ത് ഉണ്ടായത് എനിക്ക് തോന്നുന്നത് ഹാഷ്മിയുടെ ഭാഗത്ത് നിന്ന് ചെറിയൊരു വീഴ്ച ഉണ്ടായിരുന്നു. കാരണം മോഡറേറ്ററായി നിൽക്കുന്ന ഹാഷ്മി അഖിൽ മാരാറ് ഒരു കാര്യം പറയാൻ നോക്കുമ്പോൾ അത് പറയാൻ തീരെ സമ്മതിക്കുന്നില്ല. അങ്ങനെ ഒരു ഭാഗം ആണ് എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടത്. കാരണം ഇപ്പൊ അഖിൽ മാരാറിനെ എന്തെങ്കിലും ഒന്ന് വിളിച്ചു വരുത്തിയിട്ട് ഒന്നും പറയാൻ സമ്മതിക്കില്ല എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് ഹാഷ്മി നിലപാട്. അതായത് ഒരു വാക്ക് പറയുമ്പോഴേക്കും പകരം ഹാഷ്മി അപ്പുറത്ത് വേറൊരു വാക്ക് പറയും. അതിങ്ങനെ പറയും, തർക്കിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു വാക്ക് പറയട്ടെ എന്ന് പറയുന്ന അപ്പോഴേക്കും ഓരോന്നിങ്ങനെ പറഞ്ഞു. അത് അഖിൽ മാരാർ ഒന്നും സംസാരിക്കരുത് എന്നുള്ള ഒരു രീതി തന്നെയാണ്. അത് മുൻകൂട്ടി തീരുമാനിച്ച പോലെയാണ് ഹാഷ്മി പറഞ്ഞത്. അല്ലെ ഹാഷ്മിയുടെ നിലപാട് അതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ജിൻഡോ ജോണും ഒക്കെ പറയുന്നുണ്ട്. ജിൻഡോ ജോൺ ആണ് എതിർത്ത് ഭാഗത്തുണ്ടായിരുന്നത്. അപ്പൊ ജിൻഡോ ജോൺ പറയുന്നത് കേൾക്കുന്നുണ്ട്, അതിർക്ക് മറുപടിയും പറയുന്നുണ്ട്. ഓക്കെ. പക്ഷെ അഖിൽ മാരാർ സംസാരിക്കാൻ വരുമ്പോ അല്ലെങ്കിൽ മറുപടി പറയാൻ വരുമ്പോ ഒരു കാര്യവും സംസാരിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളത് എല്ലാവരും ആ വീഡിയോ കാണുന്ന എല്ലാവർക്കും വ്യക്തം. അതാണ് ഇതൊക്കെ സംഭവിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹാഷ്മി താജ് ഇബ്രാഹിം അതിന് മുമ്പ് ഒരു പ്രാവശ്യം ഈ ഒരു വീഡിയോ ഒരു സംവാദത്തിന് അഖിൽ മാരാറെ വിളിച്ചപ്പോ അന്ന് ഹാഷ്മിയെ അഖിൽ മാരാറ് എന്താണ് അടിച്ചൊതുക്കി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടായതിന്റെ ഒരു പ്രതികാരം തീർത്തതായിരിക്കുമോ ഹാഷ്മി എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, എല്ലാവരും പറയുന്നതും ഇതൊക്കെ തന്നെയാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത് പ്രതികാരം തീർക്കാൻ വേണ്ടി ഹാഷ്മി വിളിച്ചു, ഒന്നും അറിയാതെ അഖിൽ മാരാർ വന്നു. പിന്നെ അഖിൽ മാരാറിനെ എതിർത്ത് പറയുന്ന ആളുകൾ പറയുന്നത് ഹാഷ്മി വിജയിച്ചു എന്നൊക്കെ പറയുമ്പോഴും ഇതിൻ്റെ അകത്ത് കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ അഖിൽ മാരാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല. എനിക്ക് അഖിൽ മാരാരുടെ പല നിലപാടുകളോടും താല്പര്യമില്ലാത്ത ഒരാളാണ്. എന്നാൽ 24 ജനകീയ കോടതിയിലേക്ക് അഖിൽ മാരാറിനെ വിളിക്കുമ്പോൾ, ഗസ്റ്റായി വിളിച്ച് അഖിൽ മാരാർ വരുമ്പോൾ ഹാഷ്മി എന്ന മാധ്യമപ്രവർത്തകൻ, സാധാരണ നമ്മൾ എല്ലാ സംഭവത്തിലും കാണുന്ന ന്യൂട്രൽ പിടിച്ചാണ് നിൽക്കുന്നത്. രണ്ടുപേർക്കൊപ്പവും അല്ലെങ്കിൽ രണ്ടുപേർക്കൊപ്പവും നിൽക്കുക ഒരു ന്യൂട്രലാണ്. പക്ഷെ ഹാഷ്മിയുടെ സ്റ്റാൻഡ് അങ്ങനെ ആയിരുന്നില്ല. അഖിൽ മാരാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അഖിൽ മാരാർക്ക് പറയാനുള്ള അവസരങ്ങൾ നൽകാതെ ആദ്യത്തെ റൗണ്ട് ഓക്കെ, അല്ലെങ്കിൽ അത് 2 എപ്പിസോഡായിട്ടായിരുന്നു. അപ്പൊ ആദ്യത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് സത്യത്തിൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നു, ഒരു എന്റർടൈൻമെന്റ് പ്രോഗ്രാം കാണുന്ന പോലെ. രണ്ടാമത്തെ എപ്പിസോഡിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ആദ്യത്തെ എപ്പിസോഡിന്റെ അവസാനത്തിലാണ് ജിൻഡോ വരുന്നത്. ജിൻഡോ ജോൺ വരുന്നതിന് തൊട്ട് മുൻപ് വരെ ഹാഷ്മിക്ക് ചോദിക്കാം. കാര്യം ഹാഷ്മി മാത്രമേ ഉള്ളൂ. അവിടെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അഖിൽ മാരാർ പറയുന്ന പല കാര്യങ്ങളിലും വസ്തുതാ വിരുദ്ധതയുണ്ട്. അത് അഖിൽ മാരാർ ഒരു കാര്യം ഇവിടെ പറയുമ്പോൾ പഴയ വീഡിയോ എടുത്തിടുന്നു. അപ്പൊ അഖിൽ മാരാരുടെ ഭാഗത്തു നിന്നുള്ള തെറ്റ് എന്ന് പറയുന്നത് പറയുന്ന കാര്യങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. താൻ പറയുന്ന കാര്യങ്ങൾക്ക് മുൻപ് താൻ പറഞ്ഞതെല്ലാം ഇവരുടെ കയ്യിലുണ്ട്, എടുത്തു വെച്ച് ഇവർ അലക്കുമെന്നുള്ള ബോധമില്ലാതെ വന്നിരുന്നു എന്നൊരു കാര്യമുണ്ട്. അപ്പൊ ഹാഷ്മി ഇല്ല, പിന്നെ പലപ്പോഴും ഞാൻ സംസാരിക്കട്ടെ, ഒന്ന് നിർത്ത് ഹാഷ്മി, ഞാനൊന്ന് പറയട്ടെ എന്നൊക്കെ പറയുമ്പോ പോലും അഖിൽ മാരാരെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. ഹാഷ്മി എന്നിട്ട് അഖിൽ മാരാര് നടക്കാറുണ്ട്, മോഡറേറ്റർ ആണെങ്കിലും തർക്കിക്കാറുണ്ട്. പക്ഷെ എന്നാലും അതിനൊരു ഒരു വാക്ക് പറയാനോ അല്ലെങ്കിൽ കുറച്ചു നേരം ഒന്ന് സംസാരിക്കാനുള്ള സ്പേസ് ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും ഹാഷ്മിയുടെ സംസാരം നമുക്കറിയാം. ഹാഷ്മിക്കൊപ്പം പിടിച്ചു നിൽക്കാൻ അഖിൽ മാരാർക്ക് കഴിയുന്നില്ല. വീഡിയോകൾ എടുത്തിടുന്നു, പുച്ഛിക്കുന്നു. അത് അഖിൽ മാരാർ തന്നെ പറഞ്ഞു, പുച്ഛിക്കണ്ട, ചിരിക്കണ്ട. പിന്നെ ജിൻഡോ ജോൺ വരുമ്പോൾ ചോദിക്കുന്നുണ്ട് ഹാഷ്മി ഏത് വശത്താണ്. ജിൻഡോ ജോണിന് അടുത്താണ് അപ്പൊ ഹാഷ്മി നിൽക്കുന്നത്. ഹാഷ്മി ഏത് വശത്താണെന്ന് അഖിൽ മാരാർ ചോദിക്കുമ്പോൾ ഞാൻ അപ്പൊ വിചാരിച്ചു ഞാൻ ന്യൂട്രൽ ആണ് എന്ന് പറയുന്നു. പക്ഷെ ഞാൻ ഈ വശത്താണ് എന്ന് ജിൻഡോ ജോണിന്റെ വശത്തെ കാണിച്ചുകൊണ്ട് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ പക്ഷെ കാണാൻ നല്ല രസമായി, അല്ലെങ്കിൽ നമുക്ക് ആ രണ്ടാമത്തെ എപ്പിസോഡ് ഒന്ന് വന്നിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന രീതിയിൽ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ആ ജനകീയ കോടതി പോയത്. അഖിൽ മാരാരെ വലിച്ചു കീറിയത് കൊണ്ട് അത് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും എടുക്കുന്ന ആളുകൾ ഇത് കണ്ടു. അപ്പൊ ഹാഷ്മി എന്നൊരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ അവിടെ ഒരു ന്യൂട്രൽ പിടിക്കണമായിരുന്നു. ഒരു സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ ആ പരിപാടി കഴിഞ്ഞു അഖിൽ മാരാറിനൊന്നും സംസാരിക്കാൻ പറ്റാതെ അവിടുന്ന് ഇറങ്ങി പോകുന്ന ശേഷം പിറ്റേ ദിവസം അഖിൽ മാരാർ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടു. കാരണം ഇതിൽ പറയുന്നത് പ്രധാനമായിട്ടും ഹാഷ്മിയെ വെല്ലുവിളിച്ചുകൊണ്ടാണ്. ഹാഷ്മിയെ വെല്ലുവിളിക്കുന്ന കൂട്ടത്തിലൊക്കെ എന്നെ സംസാരിക്കാൻ സമ്മതിച്ചില്ല, അതുകൊണ്ട് ഇനി ഒരവസരം ഇനി ധൈര്യം ഉണ്ടെങ്കിൽ നേരിട്ട് വാടാ, വേറെ ലൈവായിട്ട് ചെയ്യാം ഒക്കെ പറഞ്ഞിട്ട് ഹാഷ്മിയെ വെല്ലുവിളിക്കുക. അതൊക്കെ എന്തോ അവർക്ക് വെല്ലുവിളിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിനകത്ത് ചില വാക്കുകൾ ഉപയോഗിച്ചത് ഹാഷ്മിയുടെ എന്താണ് കുറച്ച് വാക്കുകളൊക്കെ ഉപയോഗിച്ചു, ഉപയോഗിക്കാൻ പാടില്ലാത്ത വാർത്തകൾക്ക്. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അതിശയം വേണ്ടിയിരുന്നില്ല, അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് തെറ്റായത്. അതാണ് ഞാൻ പറഞ്ഞത്. അഖിൽ മാരാർ പറയുന്ന കാര്യങ്ങളോടോ അദ്ദേഹത്തിന്റെ നിലപാടുകളോടോ യാതൊരു തരത്തിലുള്ള യോജിപ്പും എനിക്കില്ല. പക്ഷെ ഒരു പരിപാടിയിൽ, ജനകീയ കോടതി പോലെ ഒരു പരിപാടിയിൽ വിളിച്ചിട്ട് അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള സ്പേസ് കൊടുത്തില്ല എന്ന് പറയുന്നതാണ്
അതിനപ്പുറത്തേക്ക് ചേട്ടൻ പറഞ്ഞതുപോലെ അവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം അല്ലെങ്കിൽ അതിന്റെ അകത്ത് ആ ജനകീയ കോടതിയിൽ തന്നെ സംസാരിക്കുമ്പോൾ അഖിൽമാരാർ പല വിഷയത്തിൽ പല നിലപാടുള്ള ആളാണ് എന്ന് ഹാഷ്മി പറയുന്നത്. അത് തന്നെയാണ് ഹാഷ്മിയോട് തുറന്നു കാട്ടിയതും. അത് സത്യവുമാണ്. അഖിൽമാരാർ ഇന്ന് പറയുന്ന കാര്യമല്ല അഖിൽമാരാർ നാളെ പറയുക. അത് മാറ്റി മാറ്റി പറയും. ആളില്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ്, മത്സരിക്കാൻ പോലും ആരുമില്ലാത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. രാഹുൽ ഗാന്ധിയെ വളരെ മോശമായി പറയുന്നു. അതിനുശേഷം പറയുന്ന ഒരു കാര്യമാണ് ഗാന്ധിജിയെ തന്റെ നിലപാട് മാറ്റത്തെ പറ്റി ചോദിക്കുമ്പോൾ അതൊക്കെയാണ് ഹാഷ്മിയെ പ്രൊവോക്ക് ചെയ്ത്. അതിന്റെ അകത്ത് അതും കൂടി പറയണം. ഹാഷ്മി ഏറ്റവും കൂടുതൽ പ്രൊവോക്ഡ് ആയിട്ട് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് ഒന്ന് അഖിൽമാരാരുടെ നിലപാടും ഗാന്ധിജിയുടെ നിലപാടും പറയുമ്പോൾ അത് ശരിയല്ല എന്ന് ഹാഷ്മി പറയുന്നുണ്ട്. സവർക്കർ വീരപുരുഷനാണ്, അല്ലെങ്കിൽ സവർക്കർ ആരാധിക്കണം എന്ന്. എനിക്ക് ഗാന്ധിയോട് മമതയില്ല, സവർക്കറോടാണ് മമത എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോഴാണ് സത്യത്തിൽ ഹാഷ്മി പൊട്ടിത്തെറിക്കുന്നത്. അത് ഒരു വശം നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഹാഷ്മിയുടെ വശം നോക്കുമ്പോൾ അത് ശരിയാണ്. കാര്യം പല കാര്യങ്ങളിൽ അല്ല, അതിന് മുൻപ് കൗണ്ടർ ചെയ്യാൻ ആള് വരുന്നതിന് മുൻപ് ഹാഷ്മി അഖിലും മാത്രമുള്ള സമയത്തൊക്കെ സവർക്കറെ പറ്റി പറയുമ്പോഴൊക്കെ തന്നെയാണ് കാര്യങ്ങൾ കണക്ട് ചെയ്ത്. അപ്പോൾ രാഹുൽ ഗാന്ധി മോശമായി പറയുന്നത്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഒന്നും ചെയ്യാൻ കഴിയാത്ത ആളാണെന്ന് പറയുന്നു. ആരുമില്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുമ്പോൾ അപ്പൊ ജിൻഡോ ചോദിക്കുന്നുണ്ട്, ആരുമില്ലാത്ത പാർട്ടിയിലെ കൊട്ടാരക്കരത്തെ സീറ്റ് കിട്ടാത്തത് കൊണ്ട്, അല്ലെങ്കിൽ സീറ്റ് മോഹിച്ച് ആ സീറ്റ് കിട്ടാതിരുന്നതിന്റെ പേരിലാണ് ഇദ്ദേഹം NDAക്കൊപ്പം പോകുന്നത്. പക്ഷെ അദ്ദേഹം BJP, ഇപ്പൊ അദ്ദേഹം NDAയിലും ഇല്ല, BJPയുടെ വക്താവല്ല എന്ന് പറയുന്നു. ഞാൻ 2020 സ്ഥാനാർത്ഥിയെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇദ്ദേഹം പല കാര്യങ്ങൾ പറയുമ്പോൾ പണ്ട് നിങ്ങൾ ഇതല്ലല്ലോ പറഞ്ഞത് എന്ന് പറഞ്ഞാണ് വീഡിയോ പ്ലേ ചെയ്യുന്നത്. ഇതിനുശേഷം ഇതെല്ലാം കഴിയുന്നു. സത്യത്തിൽ അഖിൽമാരാർ ഇതുവരെ, അല്ലെങ്കിൽ അഖിൽമാരാർ ബിഗ് ബോസിൽ വന്ന് ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു ഇമേജ്, പിന്നെ തെരഞ്ഞെടുപ്പിൽ നിന്നപ്പോൾ ഉണ്ടാക്കിയ ഒരു ഇമേജ്, അതിനെല്ലാം പൊളിച്ചടുക്കി കൊടുത്തു. ഇതിനു മുമ്പ് ചേട്ടാ ആദ്യം പറഞ്ഞതുപോലെ ഇതിനു മുമ്പ് ഹാഷ്മി അഖിലും കൂടി ഒരു ഇന്റർവ്യൂ നടന്നിട്ടുണ്ട് ഇതിനു മുൻപ്. അതിൽ ഹാഷ്മിയാണ്, അല്ലെങ്കിൽ ഹാഷ്മിയെ അടിച്ചൊതുക്കി എന്ന് പറയുമ്പോൾ ഹാഷ്മി പിറ്റേന്ന് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടില്ല. അഖിൽമാരാരുടെ വെല്ലുവിളിച്ചത് പോട്ടെ, അല്ലെങ്കിൽ പറയാം, മാന്യമായി പറയാം, ഇന്നലെ എഡിറ്റഡ് സാധനമാണ് നിങ്ങൾ കണ്ടത്, ഞാൻ വെല്ലുവിളിക്കുന്നു ലൈവായി വന്നിരിക്കാൻ. അല്ലാതെ അച്ഛനെയോ കുടുംബക്കാരെയോ അല്ലെങ്കിൽ അത്തരം ഒരു പരാമർശങ്ങളും നടത്തുന്നത് ശരിയല്ല. അതിപ്പോ നമുക്ക് ഒരിക്കലും അഖിൽമാരാരെ ന്യായീകരിക്കാൻ കഴിയില്ല. ഹാഷ്മി വേണമെങ്കിൽ ഇതൊക്കെ പറയാം, ഹാഷ്മി ന്യൂട്രൽ പിടിച്ചില്ല, ജിൻഡോയ്ക്കൊപ്പം നിന്നു, എന്നെ ടാർഗറ്റ് ചെയ്തു, ഇത് പറയുന്നതിനപ്പുറത്തേക്ക് ഒരാളുടെ വീട്ടിലിരിക്കുന്നവരെ പറയുക, അതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല. പ്രത്യേകം ആരുടെ ഫണ്ട് വാങ്ങിയിട്ട് ചെയ്യുന്ന പ്രോഗ്രാമാണ്. പ്രത്യേകിച്ച് 2020 ഇറങ്ങിയതിനു ശേഷമാണല്ലോ അതുകൊണ്ട് സാബു ജേക്കബിന്റെ പൈസ മേടിച്ചിട്ടാണോ നിങ്ങൾ ഇത് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. എന്തായാലും ഈ അഖിൽമാരാർ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇപ്പൊ കുറച്ചുകൂടി മൈലേജ് കിട്ടി, അതാണ് ഉദ്ദേശിക്കുന്നുള്ളൂ. എനിക്കിത് കുറച്ചുകൂടി മൈലേജ് കിട്ടി എന്നുള്ളൊരു സാധനമാണ്. ഇത് എന്നറിയാനും വേണ്ടില്ല, അല്ലെങ്കിൽ എന്താ പറയാ, ഒന്നും പറയാനും പറ്റില്ല, വിവാദം. പക്ഷെ അല്ല, സത്യത്തിൽ അഖിൽമാരാർ ഇന്റർവ്യൂ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും പല വിഷയത്തിലും മാരാർക്ക് വ്യക്തമായ ഉത്തരങ്ങളില്ല. കാര്യം അദ്ദേഹത്തെ തന്നെ ഇപ്പൊ പറയുന്ന സ്റ്റേറ്റ്മെന്റും കഴിഞ്ഞ സ്റ്റേറ്റ്മെന്റും അവിടെ പ്ലേ ചെയ്യുകയാണ്. അപ്പോൾ തന്നെ അത് കാണിക്കാം. ഹാഷ്മി പറയണം ആ ഒരു വീഡിയോയിലേക്ക് പോകാന്ന് പറയുമ്പോൾ പലതിനും ഉത്തരങ്ങളില്ല, പലതും വെറുതെ കിടന്ന് ന്യായീകരിക്കാം എന്നുള്ളതേ ഉള്ളൂ. അഖിൽമാരാർ പറഞ്ഞ ശരിക്കൊപ്പമാണ് തന്റെ നിലപാട്. പിന്നെ അതിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യം, അതൊക്കെയാണ് കണക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നിയ കാര്യം എന്ന് പറയുന്നത്, മാതൃഭൂമിയിൽ ഉണ്ടായിരുന്ന ഹാഷ്മിയെ ശ്രീകണ്ഠൻ നായർ പണം കൊടുത്ത് 24ലേക്ക് വാങ്ങില്ല, അതുപോലെയല്ലേ? അപ്പൊ അത് ചോദിക്കുന്നത്, അതുപോലെയാണോ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്? അതൊരു പ്രൊഫഷനാണ്. ജേർണലിസം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ജേർണലിസ്റ്റ് ആയ ഹാഷ്മിയെ ഒരു ചാനലിൽ നിന്ന് മറ്റു ചാനലിൽ കൊണ്ടുവരുന്നത് പോലെയാണ് ഈ പൊളിറ്റിക്സിനെയും കാണുന്നത്. പാർട്ടി പറഞ്ഞത്, എനിക്ക് നാരങ്ങ വെള്ളം വാങ്ങി തന്നാൽ ഞാൻ ആളിനെ നല്ലത് പറയുമെന്ന് പറയുന്ന ആളിനെ എങ്ങനെയാണ് ജനങ്ങൾ വിശ്വസിക്കുക? ജനങ്ങളുടെ പോയിന്റ് പല കാര്യങ്ങളിൽ ഹാഷ്മി പറഞ്ഞതാണ് സത്യം എന്ന് പറയുമ്പോൾ പോലും ഹാഷ്മി ഡിഫെൻഡ് ചെയ്യാൻ വന്നിരുന്ന ആളല്ല. ഹാഷ്മി എപ്പോഴും, അല്ലെങ്കിൽ ജിൻഡോ ജോൺ വന്നതിന് ശേഷം, അതിന് മുൻപ് വരെ ഹാഷ്മിക്ക് ഡിഫെൻഡ് ചെയ്ത് ചോദിക്കും. ജിൻഡോ ജോൺ വന്നിരിക്കുമ്പോഴും ഹാഷ്മി ജിൻഡോ ജോണിന് വേണ്ടി, അല്ലെങ്കിൽ ജിൻഡോ ജോണിന്റെ സൈഡിലേക്ക് ഒരു ചായ്വ് ഉണ്ടായിരുന്നു. അത് മാത്രമാണ് സത്യത്തിൽ ഹാഷ്മിയുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റ്. പിന്നെ അഖിൽമാരാർ പറയുന്ന നിലപാട്, അതിൻ്റെ അകത്തുള്ള വസ്തുതയൊക്കെ കേരളത്തിന് അറിയാവുന്നതാണ്, ജനങ്ങൾക്ക് അറിയാവുന്നതാണ്. കാര്യം പിഷാരടി തന്നെ ഒരു കാര്യത്തിൽ പറഞ്ഞു, 2 വർഷം നമുക്ക് നോക്കാം ഈ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുമോ. അപ്പൊ തന്നെ 2020 വിടുന്നതിന് മുമ്പാണത്, 2020 തന്നെ വിട്ടു. അപ്പൊ അത്തരം കാര്യങ്ങൾ. പിന്നെ പുറത്തിറങ്ങിയ ഒരു വീഡിയോ ഒക്കെ ഇടുമ്പോൾ അഖിൽമാരാർ വിചാരിക്കുന്നത്, നോർമലായി ഒരു വീഡിയോ ഇട്ടിരുന്നെങ്കിൽ അഖിൽമാരാർ അത് ഗുണം ചെയ്യായിരുന്നു, അല്ലെങ്കിൽ മാരാർ ഉറപ്പായിട്ട് ഗുണം ചെയ്യായിരുന്നു. എന്നാൽ മറുവശത്ത് അവിടെ മോശമായ പരാമർശങ്ങൾ കൂടി നടത്തുമ്പോൾ അത് വീണ്ടും വീണ്ടും നെഗറ്റീവ് ആകുക മാത്രമേ ഉള്ളൂ.